നമസ്കാരം എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വന്ദേ ഭാരത് ട്രെയിനിൽ ഗണഗീതം ചൊല്ലൽ വിവാദം. കുട്ടികളുടെ മനസ്സിൽ സംഘപരിവാർ ആശയങ്ങൾ കുത്തിവെക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ് കുമാർ. നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലായിടത്തും UDF മികച്ച വിജയം നേടുമെന്ന് KPCC ജനറൽ സെക്രട്ടറി മുൻ MLA-യുമായ K. ശബരിനാഥ്. BJP ഭരിക്കുന്ന പന്തളവും പാലക്കാടുമാണ് ഏറ്റവും മോശമായ ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റികളെന്നും ശബരിനാഥ്. മങ്കരകാളിക്കാവ് കുഴൽമന്ദർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം. നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത് 2 കോടി രൂപ ചെലവിൽ. പ്രവൃത്തി ഉദ്ഘാടനം അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA നിർവഹിച്ചു. ഷൊർണൂർ മുനിസിപ്പൽ ഭരണ മുന്നടിപ്പിനെതിരെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഷൊർണൂർ രക്ഷായാത്ര. 3 ദിവസത്തെ യാത്രയ്ക്ക് ഷൊർണൂർ ടൗണിൽ പ്രൗഢോജ്വല സമാപനം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ CPM ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥയ്ക്ക് സമാപനം. പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നടന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗണഗീതം കുട്ടികളുടെ മനസ്സിൽ സംഘപരിവാർ ആശയങ്ങൾ കുത്തിവെക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ് കുമാർ. കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ ആണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണമറ്റ സംഭവങ്ങളായി മാറിയെന്നും ആരോഗ്യമന്ത്രിയെ തിരിച്ചു വിളിച്ച് ആരോഗ്യരംഗത്തെ രക്ഷിക്കണമെന്നും അദ്ദേഹം തൃശ്ശൂരിൽ പറഞ്ഞു. ഗണഗീത വിവാദം കുട്ടികളുടെ മനസ്സിൽ സംഘപരിവാർ ആശയങ്ങൾ കുത്തിവെക്കാനുള്ള ശ്രമമാണെന്നും യൂത്ത് കോൺഗ്രസ് നിയമ നടപടിയായി മുന്നോട്ടു പോകുമെന്നും ജനീഷ് പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എണ്ണമറ്റ സംഭവങ്ങളായി മാറുകയാണെന്നും ആരോഗ്യവകുപ്പ് കൊലപ്പെടുത്തിയാണ് ഈ രണ്ടുപേരെയെന്നും ആരോഗ്യമന്ത്രിയെ മാധ്യമരംഗത്തേക്ക് തിരിച്ചു വിളിക്കണമെന്നും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ രക്ഷിക്കണമെന്നും ജനീഷ് കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വീണ്ടും ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിലൂടെ ഈ സംസ്ഥാനത്തും രാജ്യത്തിനകത്തും ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായൊരു കാര്യമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന എല്ലാ നടപടികളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതുമാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാവ്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉപയോഗിച്ച് അവരാരും മനഃപൂർവ്വം അത് ആലോചിക്കുന്നതല്ല, അത് ആ തരത്തിൽ അവരെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് സംഘപരിവാർ ആശയങ്ങൾ, കാവ്യവൽക്കരണത്തിൻ്റെ ആശയങ്ങളൊക്കെ കുത്തിനിറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിലൂടെ നടന്നതൊക്കെ. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിൽ കാവ്യവൽക്കരണത്തിനുള്ള അവസരങ്ങൾ ഒളിച്ചും പാത്തുമൊക്കെ കടന്നു വരുന്ന ഘട്ടത്തിലൊക്കെ അതിന് കൂടെ നിന്ന് കൊടുത്തതിന് ശേഷമാണ് സർക്കാരും ഇത്തരം കാര്യങ്ങളൊക്കെ നിലപാട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഗണഗീതം വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വിദ്യാർത്ഥികളെ കുട്ടികളെയൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണം നടത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപന ഫലമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന നടപടികളൊക്കെ എടുത്ത് മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും UDF മികച്ച വിജയം നേടുമെന്നും പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയാണെന്നും മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായ K. ശബരിനാഥ് പറഞ്ഞു. BJP ഭരിക്കുന്ന പന്തളവും പാലക്കാടുമാണ് ഏറ്റവും മോശമായ ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റികളെന്നും ശബരിനാഥ് കൂട്ടിച്ചേർത്തു. കേരളത്തിലെല്ലായിടത്തും മികച്ച വിജയം നേടുമെന്നും വിജയിക്കണമെന്ന ലക്ഷ്യം താഴെ തട്ടിലുണ്ടെന്നും പഴയ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയാണെന്നും ശബരിനാഥ് പറഞ്ഞു. ഇടതുപക്ഷത്തിനെതിരായ പൊതുവികാരം കോർപ്പറേഷനുകളിൽ അടക്കമുണ്ട്. BJP ഭരിക്കുന്ന പന്തളവും പാലക്കാടുമാണ് ഏറ്റവും മോശം ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് തോന്നിയിട്ടുണ്ട് താഴെത്തട്ടിൽ വിജയിക്കണം എന്നൊരു മൊമെൻറ്റമുണ്ട്. സാധാരണ നമ്മൾ താഴെ വാർഡുകളിലുള്ള പല പ്രശ്നങ്ങളും പല വാർഡുകളിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പഴയ ചില തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ജനങ്ങളുടെ മനസ്സിൽ കാണുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ പല വാർഡുകളും പോകുമ്പോൾ നിങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, നല്ലതാണ്, നല്ല സ്ഥാനാർത്ഥികളാണ്, നഗരത്തിൻ്റെ പരിച്ഛേദം തന്നെയുണ്ട്. മുൻ MLA-യോ KPCC ജനറൽ സെക്രട്ടറി എന്നതല്ല കാര്യം, വ്യക്തികൾക്കല്ല പ്രാധാന്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് തന്നെ ഒന്നാമതെത്തുമെന്നും കഴിഞ്ഞ തവണ റിബലുകൾ കാരണം തോറ്റ എത്രയോ സീറ്റുകളുണ്ടായിരുന്നു. ഇത്തവണ ആ തെറ്റുകൾ തിരുത്തി പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് തൻ്റെ ചുമതലയെന്നും പാർട്ടി തരുന്ന ഉത്തരവാദിത്തം നാടിനു വേണ്ടി വിനിയോഗിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തത് ഞാനടക്കമുള്ള കമ്മിറ്റിയാണെന്നും ശബരിനാഥ് പറഞ്ഞു. എന്തായാലും നമ്മൾ UDF തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഞാൻ കവടിയാർ വാർഡിൽ മത്സരിക്കുന്നു. ആ തിരക്കിനിടയിലാണ് ഇന്ന് രാവിലെ തൃശ്ശൂരെത്തി ലീഡറുടെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ പള്ളിയിലെ കല്ലറയിലും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു മൊമെൻ്റമായിട്ട് തന്നെ UDF-ൻ്റെ ക്യാമ്പയിൻ പോകുന്നുണ്ട്. കേരളത്തിലെല്ലായിടത്തും ഇത്തവണ നല്ല രീതിയിൽ ഒരു പ്രീ വർക്ക് നടത്തിയിട്ടുണ്ട്. ഇനി തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കും. ഇത്തവണ എല്ലായിടത്തും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമൊക്കെ മികച്ചൊരു വിജയം, ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ മികച്ചൊരു വിജയം UDF നേടാമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ നമുക്കുണ്ട്.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. മകരക്കാളിക്കാവ് കുഴൽമന്ദർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു. 2 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ 2 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. അത് മലമ്പുഴ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള വള്ളിക്കോട് പ്രദേശം വരെ പൂർണ്ണമായി കഴിഞ്ഞ വർഷം തന്നെ പണി കഴിഞ്ഞു. പിന്നീട് നമ്മുടെ മണ്ഡലത്തിലൂടെ പറളി പഞ്ചായത്തിലേക്കാണ് കടന്നു വരേണ്ടത്. അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം 5 കോടിയാണ്. അതിനാവശ്യമായി നമ്മുടെ വകുപ്പ് പാസാക്കി പണി ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ആ റോഡിൽ പ്രധാനമായിട്ടും ഒരു പാലം നിർമ്മിക്കാൻ ആവശ്യമുണ്ട്. അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയും. ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ മല്ലിക അധ്യക്ഷത വഹിച്ചു. 5.5 മീറ്റർ വീതിയിൽ 2.5 കിലോമീറ്ററാണ് റോഡ് നവീകരണം നടക്കുന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് സ്വാഗതവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. CPM ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ വാരണാകുശിയിൽ നിന്നും ആരംഭിച്ച കരിമ്പുളിയിൽ സമാപിച്ചു. 3 ദിവസങ്ങളായിട്ടായിരുന്നു ജാഥ സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടന്നു. നമ്മുടെ ജാഥ കടന്നു വരിക. CPM ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ 7-ന് വാരണാകുശിയിൽ നിന്നും ആരംഭിച്ച് 9-ന് കരിമ്പുളിയിൽ സമാപിച്ചു. സമാപന യോഗം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നടന്നുപോയി പഠിക്കാവുന്ന ദൂരത്തിൽ പൊതുപള്ളിക്കൂടങ്ങൾ ഉയർന്നു വന്ന നാടായി ഈ കേരളം മാറിയത്. സമ്പൂർണ്ണ സാക്ഷരതയുടെ വെള്ളി വെളിച്ചം പകർന്ന അഭിമാനത്തിന്റെ കേന്ദ്രമായി നമ്മുടെ കേരളം മാറിയത്. 50% സ്ത്രീകൾക്ക് സംവരണമുള്ള വിപ്ലവത്തിന്റെ മഹത്തായ മാതൃക തീർത്ത നാടായി നമ്മുടെ കേരളം വികസിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പൗരാവകാശമാണെന്ന് ലോകത്താദ്യമായി പ്രഖ്യാപിച്ച ഒരു സമൂഹമായി മലയാളി വളർന്നു വന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം യോഗത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ നിർവഹിച്ചു. P നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ TV ഗിരീഷ്, വൈസ് ക്യാപ്റ്റൻ രതി ഗോപാലകൃഷ്ണൻ, AM നാരായണൻ, MR ജയശങ്കർ, PP വിജയൻ, PV രതീഷ്, AN നീരജ്, TP രജീഷ്, രോഹിത്, P അജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭാ മുരടിപ്പിനെതിരെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഷൊർണൂർ രക്ഷായാത്രയ്ക്ക് സമാപനം കുറിച്ചു. ടൗണിൽ നടന്ന സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷഫീറെ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ വികസന മുരടിപ്പിനെതിരെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 3 ദിവസങ്ങളായി സംഘടിപ്പിച്ച ഷൊർണൂർ രക്ഷായാത്രയ്ക്കാണ് ഷൊർണൂർ ടൗണിൽ പ്രൗഢോജ്വല സമാപനമായത്. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷഫീറെ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സഹാക്കന്മാരുടെ മക്കളെ പ്രീ ഡിഗ്രിക്കെതിരെ സമരം, +2-നെതിരെ സമരം, ലോകബാങ്കിനെതിരെ സമരം, വിദേശ സർവകലാശാലയ്ക്കെതിരെ സമരം, മനസ്സിലായില്ലേ, കൂത്തുപറമ്പിനെതിരെ സമരം, സകലയിടത്തും സമരം. സഖാക്കളെ, ആ സമയത്താണ് അച്ഛൻ മോനെ അയച്ച് പഠിപ്പിച്ചത്. എവിടെയാണ് അയച്ചതെന്നറിയോ? ലണ്ടനിൽ. ഏത് യൂണിവേഴ്സിറ്റിയിൽ എന്നറിയോ? ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി. ആരാണ് പഠിപ്പിച്ചത്? ലാവ്ലിൻ. ജാഥ ക്യാപ്റ്റൻ K കൃഷ്ണകുമാർ, വൈസ് ക്യാപ്റ്റൻ ശ്രീകലാരാജൻ, ജാഥ മാനേജർ വിജയ് പ്രകാശ് ശങ്കർ, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, VK ശ്രീകൃഷ്ണൻ, TK ഹമീദ്, TY ഷിഹാബുദ്ദീൻ, TK ബഷീർ, അജിത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരിയിലുണ്ട വാഹനാപകടത്തിൽ നവജാത ശിശു ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിയുകയും ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്. സംഭവം തിങ്കളാഴ്ച രാവിലെ 7 മണിയോടുകൂടിയാണ് നടന്നത്. വടക്കാഞ്ചേരി നഗരപാതയിൽ തലപ്പള്ളി താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന് സമീപം ഇന്ന് രാവിലെ 7 മണിയോടെയുണ്ടായ വാഹനാപകടത്തിൽ നവജാത ശിശു ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ടാക്സി കാറിന്റെ മുൻ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ എതിരെ വന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു.
ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിയുകയും ഇരുവശങ്ങളും ഭാഗികമായി തകരുകയും ചെയ്തു. 4 പേരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണ കാഞ്ഞിരക്കോട് സ്വദേശിയായ 20 വയസ്സുള്ള അനശ്വരയുടെ സഹോദരി പുത്രനായ 1.5 വയസ്സുള്ള കാശിനാഥൻ, കാൽനട യാത്രികനായ മംഗലം സ്വദേശി മൂസ എന്നിവർക്കാണ് കാര്യമായി പരിക്കേറ്റത്. മൂസയുടെ കാലിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ വടക്കഞ്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കർഷക തൊഴിലാളി ഫെഡറേഷൻ മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ 55-ാം വാർഷികം ആഘോഷിച്ചു. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ 1000 കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള ചെറുതും വലുതുമായ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരോട് ഈ കാര്യങ്ങൾ പറയണം എന്ന് കർഷക തൊഴിലാളി യൂണിയൻ BKMUവിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ നല്ല കർഷക തൊഴിലാളികളുടെ ഒരു സംഘടന പ്രവർത്തിക്കുകയും VK കാളിദാസൻ അധ്യക്ഷത വഹിച്ചു. KV ബാബു, N തങ്കപ്പൻ, PR രാജേഷ്, KV ദാസൻ എന്നിവർ സംസാരിച്ചു. CP രാധാകൃഷ്ണൻ സ്വാഗതവും സലീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വയപ്പുറം വാസുദേവ പ്രസാദാണ് യജ്ഞാചാര്യൻ. ഈ മാസം 16-ന് യജ്ഞം സമാപിക്കും. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്ന 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച വൈകിട്ട് തുടക്കമായത്. ഇതോടനുബന്ധിച്ച് ആദ്യം ക്ഷേത്രനടയിൽ കലവറ നിറയ്ക്കൽ നടന്നു. തുടർന്ന് യജ്ഞാചാര്യൻ വയപ്പുറം വാസുദേവ പ്രസാദിനെ പൂർണ്ണകുംഭം നൽകി വാദ്യത്തിൻ്റെയും താലത്തിൻ്റെയും അകമ്പടിയോടുകൂടി യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് ഭദ്രദീപം തെളിയിക്കലിന് ശേഷം ശുദ്ധ വിഗ്രഹ സ്വരൂപ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ നടന്നുകൊണ്ടിരിക്കുന്ന സപ്താഹങ്ങളിലെല്ലാം തന്നെ അത്യാവശ്യം ഭക്തജന പ്രവാഹമുണ്ട്, അവരുടെ സഹകരണമുണ്ട്. തീർച്ചയായിട്ടും ഗൃഹസ്ഥന്മാരായ നിങ്ങളുടെ സഹകരണവും അതിൻ്റെ അർപ്പിതമായ മനോഭാവവുമാണ് ഒരു സപ്താഹത്തിൻ്റെ വിജയത്തിന് ആധാരമെന്ന് സംശയമില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഈ സപ്താഹത്തിൻ്റെ മൂല്യങ്ങളോ ആചാര്യന്മാർ നൽകുന്ന മൂല്യങ്ങൾ, ഗുരുക്കന്മാർ നൽകുന്ന മൂല്യങ്ങൾ, ശ്രീമദ് ഭാഗവതവും അതുപോലുള്ള ഗ്രന്ഥങ്ങളും നൽകുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വഴികാട്ടിയായി തീരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ക്ഷേത്രതന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂരിപ്പാട് ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് ദീപാരാധന, ആചാര്യവരണം, ഭാഗവത മഹാത്മ്യപാരായണവും പ്രഭാഷണവും ഉണ്ടായി. വയപ്പുറം വാസുദേവ പ്രസാദാണ് യജ്ഞാചാര്യൻ. ഈ മാസം 16-ന് യജ്ഞം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കൊട്ടക്കുന്നിൽ മുസ്ലിം ലീഗ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മുന്നോട്ട് പോയി. ഇന്ന് ഈ പ്രസ്ഥാനം ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇത് അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ, ചായക്കടകളിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ലീഗ് നിൽക്കുന്ന സീറ്റുകളിൽ മത്സരിക്കാൻ ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മണ്ണൂർ പഞ്ചായത്ത് പോകുന്നത് എന്ന് പറയുമ്പോ അത് എന്റെയും അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന നേതാക്കന്മാരുടെയും മാത്രം കഴിവല്ല, നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഹക്കീം മാസ്റ്റർ, KP മുനീർ, PM സാദിഖ് അലി, PU ഹക്കീം, NSM അലി, KA ഹനീഫ, അബു താഹിർ, ഷഫീർ, റസാഖ്, റജുല, ഷബിദ, കുബ്ര എന്നിവർ സംസാരിച്ചു. NSS പാലക്കാട് താലൂക്ക് തേനൂർ മേഖലാ സമ്മേളനം തേനൂരിൽ വെച്ച് സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് ശശികുമാർ കല്ലടിക്കോട് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ പോയിട്ട് സാറ് പറഞ്ഞു, സാറ് ഇരിക്കുന്നത് ഇടത്തോട്ട് നീങ്ങി, വലതോട്ട് നീങ്ങി, മുന്നോട്ട് നീങ്ങി. ഇന്ന് നായർ സർവീസ് സൊസൈറ്റി ബഹുമാനായ ആദരണീയ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, നായർ സർവീസ് സൊസൈറ്റി ഇടതോട്ടും മാറിയിട്ടില്ല, വലതോട്ടും മാറിയിട്ടില്ല, നേരിട്ടും മാറിയിട്ടില്ല. ഇന്നും നായർ സർവീസ് സൊസൈറ്റി സമദൂരത്തിന്റെ ചെറുതൂരവും വിശ്വാസികളുടെ കൂടെയാണെന്നുള്ള തീർച്ചയായും അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആദരണീയ ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതോട്ടും മാറിയത് വലതോട്ടും മാറിയത് വരാം. പഴയ കാലത്തെ കരോഗങ്ങളിൽ പോലും മെമ്പർഷിപ്പും യോഗ്യതയും ഇല്ലാതെ നായർ
സർവീസിറ്റിയെ ഒറ്റിക്കൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോയവരാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നായർ സർവീസ് സൊസൈറ്റിയുടെ എതിരെ വർത്തമാനം പറയുന്ന പലരും. പാലക്കാട് താലൂക്ക് യൂണിയന്റെ 70-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തി വന്നിരുന്ന സദ്ഗമയ മേഖലാ സമ്മേളനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടായിരുന്നു NSS കരുത്ത് തെളിയിച്ച തേനൂർ മേഖലാ സമ്മേളനം. പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. നായർ സർവീസ് സൊസൈറ്റി സംഘടനാ ശാഖ ഓഫീസ് മാനേജർ B ഗോപാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P നടരാജൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ബേബി ശ്രീകല, യൂണിയൻ ഭാരവാഹികളായ KP രാജഗോപാൽ, R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, R ബാബു സുരേഷ്, C കരുണാകരനുണ്ണി, M ഉണ്ണികൃഷ്ണൻ, T മണികണ്ഠൻ, V രാജ്മോഹൻ, A അജി, ബാലകൃഷ്ണൻ കൂട്ടാല, രമേശ് അല്ലത്, KS അശോക് കുമാർ, രാജേശ്വരി ടീച്ചർ, അനിത ശങ്കർ, വത്സല ശ്രീകുമാർ, വിജയകുമാരി, വാസുദേവൻ, സിന്ധു രമേശ്, തേനൂർ കരയോഗം സെക്രട്ടറി P ജ്യോതിപ്രകാശ്, ഖജാൻജി P ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി ലഭിക്കുന്നതിനായി പ്രയത്നിച്ച NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് സമ്മേളനം അഭിവാദ്യങ്ങൾ രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്ദേ ഭാരത് ട്രെയിനിൽ ഗണഗീതം ചൊല്ലൽ വിവാദം. കുട്ടികളുടെ മനസ്സിൽ സംഘപരിവാർ ആശയങ്ങൾ കുത്തിവെക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് കുമാർ. നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലായിടത്തും UDF മികച്ച വിജയം നേടുമെന്ന് KPCC ജനറൽ സെക്രട്ടറി മുൻ MLA-യുമായ K ശബരിനാഥ്. BJP ഭരിക്കുന്ന പന്തളവും പാലക്കാടുമാണ് ഏറ്റവും മോശമായ ഭരണം നടക്കുന്ന മുനിസിപ്പാലിറ്റികളെന്നും ശബരിനാഥ്. മങ്കരകാളിക്കാവ് കുഴൽമന്ദർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം. നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത് 2 കോടി രൂപ ചിലവിൽ. പ്രവൃത്തി ഉദ്ഘാടനം അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA നിർവഹിച്ചു. ഷൊർണൂർ മുനിസിപ്പൽ ഭരണ മുന്നടിപ്പിനെതിരെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഷൊർണൂർ രക്ഷായാത്ര. 3 ദിവസത്തെ യാത്രയ്ക്ക് ഷൊർണൂർ ടൗണിൽ പ്രൗഢോജ്വല സമാപനം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ CPM ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥയ്ക്ക് സമാപനം. പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നടന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.